നമ്മൾ നേരത്തെ കണ്ടതാണ് മാൻപൂറിൻ്റെ അവസ്ഥ. പക്ഷേ ഇത് വേറൊരു ദിക്കിലേക്കാണ് നമ്മൾ യാത്ര തിരിക്കുന്നത്. സർഗുജ മുതലായ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ കാഴ്ചകൾ വ്യത്യാസമാണ്. ഇത് ഒരു സാധാരണ കിണറ്റിൽ നിന്ന് വെള്ളം എടുക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഡിവൈസാണ്. ഒരു വലിയ കമ്പിൻ്റെ അറ്റത്താണ് ഒരു ചെറിയ കൊളുത്ത് ഘടിപ്പിച്ചിരിക്കുന്നത്. അത് ഉപയോഗിച്ചാണ് വെള്ളം കോരിയെടുക്കുന്നത്. പഞ്ചായത്ത് മെമ്പറാണ് ഈ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. ഇവിടെ പല സ്ഥലങ്ങളിലും സാധാ കിണറുകളുണ്ട്, അതുപോലെ കുഴൽ കിണറുകളുണ്ട്. ഇത് പുത്തരി ഉണ്ടാക്കി അതിനുള്ള അവൽ പോലെ ഉണ്ടാക്കിയ ആഹാര സാധനമാണ്. ഈ മെമ്പർ പറഞ്ഞു തന്ന ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇവിടെയൊക്കെ ധാരാളമായിട്ട് കന്നുകാലികളെ വളർത്തുന്നുണ്ടെങ്കിലും അവയൊന്നും കാര്യമായി സംരക്ഷിക്കുകയോ അവയ്ക്ക് വേണ്ടിയിട്ടുള്ള സംരക്ഷണങ്ങൾ കൊടുക്കുകയോ ചെയ്യുന്നില്ല. മൃഗാശുപത്രികൾ നന്നായി പ്രവർത്തിക്കുന്നില്ല. അതുപോലെ തന്നെ എല്ലും തൊലിയുമായി ഈ മൃഗങ്ങളെ കൊണ്ട് അവർക്ക് കാര്യമായ പ്രയോജനമില്ല. എന്നാൽ പോലും കൃഷിയിടങ്ങളിലേക്ക് വളത്തിന് വേണ്ടിയിട്ടും മറ്റാവശ്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഇവരെ വളർത്തുക. അതുപോലെ കാളവണ്ടി വലിക്കുക, കാളകളെ കൊണ്ട് ചെയ്യിക്കുന്ന പണികൾ ചെയ്യിക്കുക, അല്ലെങ്കിൽ നിലവിടാനും മറ്റു കാര്യങ്ങൾക്കൊക്കെയായിട്ട് ഇത് ഉപയോഗിക്കുന്നു. നല്ല ഇനം പശുക്കളുണ്ടെങ്കിലും അവയുടെ സംരക്ഷണം മോശമായതുകൊണ്ട് തന്നെ അവയിൽ നിന്ന് കിട്ടുന്ന ആദായം വളരെ കുറവാണ് താനും. എന്നാൽ ഗ്രാമീണന് ഈ മൃഗങ്ങളെ ഉപേക്ഷിക്കാനും തയ്യാറല്ല. അവയെ ചില പ്രത്യേക മേഖലകളിൽ തീറ്റുന്നതിന് വേണ്ടിയിട്ട് ആളുകൾ ഇങ്ങനെ കൂട്ടമായി കൊണ്ടുപോകും. കൃഷിയിടങ്ങളിലേക്കൊന്നും എത്തിപ്പെടാതെ അവയെ നോക്കേണ്ടതുണ്ട്. വിശാലമായ കൃഷിയിടങ്ങളുണ്ടെങ്കിലും മേച്ചിൽപ്പുറങ്ങൾ വളരെ കുറവ് മാത്രമാണ് ഓരോ സ്ഥലങ്ങളിലുമുള്ളത്. പല ഗ്രാമങ്ങളിലും മേച്ചിലിന് വേണ്ടിയിട്ട് മാത്രമായി സ്ഥലങ്ങളിട്ടിട്ടുണ്ടെന്ന് നമ്മുടെ ഈ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഇദ്ദേഹം നമ്മളോട് പറഞ്ഞു തരികയുണ്ടായി. വിശാലമായ പാടങ്ങൾ ധാരാളമുണ്ട്. അവയിലേക്ക് പോകുന്ന റോഡുകളും അവയോട് ചേർന്നിരിക്കുന്ന വീടുകളുടെ അവസ്ഥകളുമൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപകസിതമായൊരു പ്രദേശമാണ്. കേരളത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവരൊരു 100-150 കൊല്ലം പിന്നിലാണ്. ഇവരുടെ അവസ്ഥയെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പല സ്ഥലങ്ങളിലും വൈദ്യുതി എത്തിയിട്ടുണ്ട്. ഇത് വൈക്കോല് കൊണ്ട് ഉണ്ടാക്കിയ ഒരു സാധനമാണ്. കയറ് പോലെ പിരിച്ചെടുത്തിട്ട് അത് ചുറ്റി ഒരു വലിയ പാത്രം പോലെയാക്കി അതിൻ്റെ ഉള്ളിലാണ് നെല്ല് സൂക്ഷിക്കുന്നത്. കേടുവരാതിരിക്കും. എലി അത് കളയുകയില്ല. വൈക്കോല് കൊണ്ട് ഇങ്ങനെ ചില ഉപയോഗങ്ങളുണ്ടെന്ന് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഓരോ വീടുകളിലും ഉള്ള കുട്ടികളെ നോക്കുക. വളരെ ആശങ്കയോടാണ് അവർ നോക്കുന്നത്. ഈ അമ്മ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇവർക്ക് കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യമില്ല, വേണ്ട പോഷകാഹാരം കിട്ടുന്നില്ല, അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷിക്കുള്ള കുത്തിവയ്പ്പുകളോ മറ്റു കാര്യങ്ങളോ ഇല്ല. ആശുപത്രികൾ തന്നെ വളരെ വിരളമാണ്. ഇവരുടെ പ്രസവം നടന്ന വീട്ടിലാണ്. അവരുടെ കുട്ടിയുടെ പീരീഡിലുമായിട്ട് ബന്ധപ്പെട്ട ചടങ്ങാണ് നടക്കുന്നത്. ഈ വീട് ഇതൊരു കൂട്ടുകുടുംബമാണ്. 4-5 ജ്യേഷ്ഠാനുജന്മാർ ഇവിടെ താമസിക്കുന്നു. 10-72 അംഗങ്ങളുണ്ട്. അവിടെ ഈ ആഘോഷത്തിന് വേണ്ടിയിട്ട് കൂടിയിരിക്കുന്നവരാണ് ഇവരൊക്കെ. പക്ഷേ ഈ ആഘോഷങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന ഇവിടുത്തെ ഈ വല്യമ്മയാണ്. അവർക്കാണ് അവിടുത്തെ അധികാരം. മൂത്ത ജ്യേഷ്ഠൻ്റെ ഭാര്യയാണ്. അവരത് കാര്യങ്ങൾ ചെയ്യുന്നു. എത്ര ആഹാരം ഉണ്ടാക്കണം, മാർക്കൊക്കെ എന്തൊക്കെ കൊടുക്കണമെന്ന് നിശ്ചയിക്കുന്നതാണ്. പക്ഷേ ഇത് കുടുംബക്കാരുമായിട്ട് കൂടി ആലോചിച്ചാണ് ഇവരത് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു വീടിൻ്റെ കാര്യങ്ങൾ നോക്കുന്നതിന് അകത്ത് ആളുണ്ട്. അതുപോലെ കൃഷിയിടങ്ങൾ നോക്കുന്നതിന് വേണ്ടിയിട്ട് ആണുങ്ങളും അതുപോലെ കുട്ടികളും മറ്റുള്ളവരും വെളിയിലേക്ക് പോകുന്നു. ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഈ കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ ഇവർ സന്തുഷ്ടരാണ് എന്നും പറയുന്നു. വിശാലമായ നെൽപ്പാടങ്ങൾ അവർക്ക് ചുറ്റുമുണ്ട്. അവയിൽ കൃഷി നടക്കുന്നുണ്ട്. കാര്യമായ കൃഷിയാണ് അവർ നടത്തുന്നത്. തെങ്ങും അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. വാഴയുണ്ട്, നെല്ലുണ്ട്, ചോളമുണ്ട്, അതുപോലെ മെയ്സ് ഉണ്ട്. അതുപോലെ ധാരാളം ഉൽപ്പന്നങ്ങൾ അവിടെ ഉണ്ടാക്കുന്നുണ്ട്. സൊസൈറ്റിയിലേക്ക് കൊടുക്കുകയും അവരുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് അവർ മാറ്റിവെക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മികച്ച ഇനം നെൽവിത്തുകൾ അവർക്ക് കിട്ടുന്നുണ്ട്. അത് സൊസൈറ്റികളിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. ഇതിന് സബ്സിഡിയും മറ്റു കാര്യങ്ങളും കിട്ടുന്നുണ്ട്. വാഴക്കൃഷി നന്നായിട്ട് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉത്സവത്തിൻ്റെ ഇത് നോക്കുക. സ്ത്രീകളാണ് അവിടെ പോകുന്നത്. തലയിൽ ഒരു കുംഭമുണ്ട്. അതിൽ ചില കാര്യങ്ങളൊക്കെ നിറച്ചിരിക്കുന്നു. അതൊരു വലിയ ആഘോഷമായിട്ട് തെരുവ് ചുറ്റി അല്ലെങ്കിൽ പട്ടണം ചുറ്റി അവർ ക്ഷേത്രത്തിലേക്ക് പോകും. ഇതൊരു വലിയ ആഘോഷമായിട്ട് തന്നെ നടപ്പാക്കുന്നു. കൊയ്ത്തും മെതിയും കഴിഞ്ഞാൽ ഉത്സവകാലത്തിൻ്റെ തുടക്കമായി. മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെ തന്നെയാണ് പോകുന്നത്. നിറകുടങ്ങളുമായി പോകുന്ന ഈ ആളുകൾ ശ്രദ്ധിക്കുക. ഒട്ടേറെ സന്തോഷം അവർക്ക് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ പാടത്ത് പണിയെടുക്കേണ്ട സമയത്ത് എല്ലുമുറ പണിയെടുക്കുകയും ചെയ്യും. ഇതൊരു ചന്തയാണ്. അവിടുത്തെ മൺപാത്രങ്ങൾ വളരെ നിറക്കൂട്ടുള്ള മൺപാത്രങ്ങളാണ്. ഓരോ ഉത്സവത്തിനോടനുബന്ധിച്ചും അവിടെ ചില കച്ചവടങ്ങൾ അരങ്ങേറാറുണ്ട്. ധാരാളം പാത്രങ്ങൾ, അതായത് മൺപാത്രങ്ങളാണ് അധികം. ഓട്ടുപാത്രങ്ങളോ
മറ്റ് കളിമൺ പാത്രങ്ങളും ഒക്കെ വളരെ ചുരുക്കം. ഇതൊരു വളക്കട അല്ലെങ്കിൽ വള വയ്ക്കുന്നൊരമ്മ. നോക്കുക എത്രത്തോളം വളകളാണ്. ഇതൊക്കെ രാജസ്ഥാൻ മുതലായ സ്ഥലങ്ങളിൽ നിന്നും കൊണ്ടുവരുന്നതാണ്. കച്ചവടക്കാർ ഇവിടെ തലച്ചുമടായി കൊണ്ടുവന്ന് ഇവിടെ വെച്ച് വാണിഭം നടത്തുകയാണ് ചെയ്യുന്നത്. ഇതൊരു ചന്ത. ഈ ചന്തയിൽ നോക്കിയാൽ അറിയാം ആ പ്രദേശത്തുണ്ടാകുന്ന ഉൽപ്പന്നങ്ങളുടെ ഒരവസ്ഥ. അവിടെ കിട്ടുന്ന, അതായത് ഒരു മാർക്കറ്റ് സ്റ്റഡി നടത്തണമെന്നുണ്ടെങ്കിൽ ഈ ചന്തയിലേക്ക് നമുക്ക് വന്നാൽ മതി. ഒരു ഗ്രാമത്തിൽ എത്രത്തോളം കാര്യങ്ങളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് അവിടെ പരിസരങ്ങളൊക്കെ വൃത്തിയാക്കുന്നു. ആ തുമ്പായി മടിച്ച് നിൽക്കുന്ന ആളാണ് കൃഷിയെ സംബന്ധിച്ച കാര്യങ്ങൾ എനിക്ക് പറഞ്ഞ് ഒട്ടേറെ ബന്ധങ്ങൾ ആ മനുഷ്യനുമായിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞതെന്നാണ്, ഇത് ചോളമാണ്, അതിൽ ഉണ്ടാകുന്ന മെയ്സ് അതുപോലെ കാര്യങ്ങളിലൊക്കെ ധാരാളം തരത്തിലുള്ള പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട്. ഇത് ഗീർ പശുവാണ്. ഇത്തരം പശുക്കളും നമുക്ക് ധാരാളമായിട്ട് ഒരു വളർത്തുന്നുണ്ട്. എന്നാലും കാര്യമായ ഈൽഡ് അതിലൊന്നും ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങൾ കിട്ടുന്നില്ല. വെറുതെ തമാശയ്ക്കടുത്തൊരു ഓന്ത്. കേരളത്തിലത്തെ ഓന്ത് ഇവിടുത്തെ ഓന്തിന് വ്യത്യാസമുണ്ടോ എന്ന് നമുക്കറിയാമല്ലോ. NPK കൂട്ടുവളങ്ങളാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇതൊരു കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് ഞാൻ പകർത്തിയതാണ് ഈ ചിത്രങ്ങൾ. ഓരോ തരത്തിൽപ്പെട്ട നെല്ലിനങ്ങളുണ്ട്. അവയ്ക്ക് എത്രത്തോളം വെള്ളം വേണം, എത്രത്തോളം വളം വേണം എന്നിവയൊക്കെ കാർഷിക സർവകലാശാല നിശ്ചയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മികച്ച ഇനം നെൽവിത്തുകൾ അവർ ഈ ആദിവാസികൾക്ക് നൽകുന്നുമുണ്ട്. അതൊരു പ്രത്യേക റേറ്റിലാണ് അത് കൊടുക്കുന്നത്. അതിന് സബ്സിഡി മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ധാരാളമായിട്ടുള്ള കൃഷി വ്യാപനം ഇവിടെ നടക്കുന്നുണ്ട് എന്ന് പറയാം. എല്ലാ ഗ്രാമങ്ങളിലും കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ധാരാളമുണ്ട്. അവരൊക്കെ ഫീൽഡിൽ പോവുകയും കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ആഫീസിൽ ഇരുന്ന ആളുകൾ കൂടുതൽ വർക്ക് ചെയ്യുന്നത് ഫീൽഡിലേക്ക് ഇറങ്ങിയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ആദിവാസികളോടൊപ്പം അവർ കൃഷി സ്ഥലത്തുണ്ട്. അത് തന്നെ മികച്ച ഇനം നെൽവിത്ത് അവിടെ കൊണ്ടുവരാനും അത് വികസിപ്പിക്കാനും അതുപോലെ തന്നെ കൃഷി ചെയ്യാനും അതിൻ്റെ ഈൽഡ് മനസ്സിലാക്കാനും അവയുടെ രോഗപ്രതിരോധ ശേഷി മറ്റു കാര്യങ്ങളെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാനും അവിടെ ആളുകളുണ്ട്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ നിർബാധം നടക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് നെല്ലറയായിട്ടിരിക്കുന്ന ഛത്തീസ്ഗഡിനെ ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ പിന്തള്ളാതിരിക്കുന്നത്. പക്ഷേ നമുക്കിവിടുത്തെ പ്രധാന കാര്യം ട്രൈബ്സിൻ്റെ അഗ്രികൾച്ചർ അല്ലെങ്കിൽ അവരുടെ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലോ. അവർക്കിത് എത്രത്തോളം ഗുണം ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷേ ഒരിക്കലും ഗവൺമെൻറ് ഉദ്ദേശിച്ച ഫലത്തിലേക്ക് അവർക്ക് എത്താൻ കഴിയുന്നില്ല. ഈ കുട്ടികളുടെ ദൈന്യത നോക്കുക. പാടങ്ങളിലെ വിഷം അല്ലെങ്കിൽ മരുന്നടികൾ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ തുമ്പിവർഗ്ഗങ്ങൾ ധാരാളമായിട്ട് ഇവിടെയുണ്ട്. ചാഴിയും മറ്റു കാര്യങ്ങൾ ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതുമുണ്ട്. മറ്റ് കീടബാധകളുമുണ്ട്. എന്നാലും അവർ അതിന് തനതായിട്ടുള്ള ചില മാർഗ്ഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ആദിവാസികളുടെ തനത് ചില മരുന്നുകൾ, പച്ചമരുന്നുകൾ അവർ ഉപയോഗിച്ച് ഇതിനെ അവർ മാറ്റാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അത് ഒരു പരിധിവരെ ഇവയെ ചേർത്ത് നിൽക്കുന്നുവെന്ന് നമുക്ക് പറയാൻ കഴിയും. കടലയും അതുപോലുള്ള കാര്യങ്ങളും എല്ലാം ഇവിടെ കൃഷിയായിട്ടും ചെയ്യുന്നുണ്ട്. ഇത്തരം കൃഷികൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇവിടുത്തെ ജനത സുഭിക്ഷമായിട്ട് കഴിഞ്ഞു പോകുന്നത്. ആരോഗ്യ കാര്യങ്ങളിലോ വിദ്യാഭ്യാസ കാര്യങ്ങളിലോ മറ്റു കാര്യങ്ങളിലോ പിന്നാക്കാവസ്ഥയിലാണെങ്കിലും കൃഷിയിൽ അവർ ഏറ്റവും മികച്ച നിലയിൽ തന്നെ നിൽക്കുന്നുവെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. കൃഷിക്കാരെ കൂട്ടിയിണക്കി കൊണ്ടുപോവുക ഇവിടുത്തെ ഒരു ഏറ്റവും ശ്രമകരമായിട്ട് കാര്യമായിട്ടാണ് പറയുന്നത്. അതുപോലെ കീടബാധകളും മറ്റുമൊക്കെ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ സമയത്ത് തന്നെ അറിയിക്കാനും മറ്റുള്ള സംവിധാനങ്ങൾ അവിടെയുണ്ട്. ആത്മമിത്ര അതുപോലെ മറ്റു കാര്യങ്ങൾ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട പല ഉദ്യോഗസ്ഥരും ഫീൽഡിൽ പോയി വർക്ക് ചെയ്യുന്നുണ്ട്. അവരിൽ നിന്നാണ് ഈ വിവരങ്ങൾ അറിയുന്നത്. എന്താണെങ്കിലും വേണ്ടില്ല, ഡ്രോൺ ഉപയോഗിച്ചുള്ള മരുന്നൊളിക്കലോ മറ്റു കാര്യങ്ങളോ ഞാൻ പോയ കാലത്ത് അവിടെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ എന്നാലും വേണ്ടില്ല, കൃഷിയിലെ അവരേറെ താല്പര്യമുള്ളവരാണ്. ആളുകളെ അവരതിലേക്ക് നയിക്കുകയും അവരെ അതുകൊണ്ട് പ്രവൃത്തിപഥത്തിൽ എത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുകയും ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ കൃഷി ചെയ്യുന്ന കർഷകർക്ക് അവരെ സഹായിക്കുന്ന അവർക്ക് ബോണസും മറ്റു കാര്യങ്ങൾ നൽകുന്നുണ്ട്. അവരുടെ വീടും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ എത്ര മോശമായിരുന്നാണെങ്കിലും അവരുടെ വിദ്യാഭ്യാസങ്ങളും ഒക്കെ വളരെ നല്ല രീതിയിലാണ് നടക്കുന്നത്. പച്ചില വളം അവിടെ ഉപയോഗിക്കാറില്ല, അല്ലെങ്കിൽ ചാണകവളം അധികമായിട്ട് ഉപയോഗിക്കാറില്ല. രാസവളങ്ങളാണ് ഞാൻ കണ്ടിടത്തോളം വളരെ കൂടുതലായിട്ട് ഉപയോഗിച്ച് കണ്ടത്. അതിനും കാരണമുണ്ട്. സബ്സിഡിയും മറ്റു കാര്യങ്ങളും ആ വളങ്ങൾക്കാണ് കിട്ടുന്നത്. അതുപോലെ കീടനാശിനികളും മറ്റുമൊക്കെ അവിടെ ഉപയോഗിക്കുന്നുണ്ട്. അതിനും സബ്സിഡിയും മറ്റു കാര്യങ്ങളും കിട്ടുന്നുണ്ട്. ഇതെല്ലാം കൃഷി ഓഫീസിൽ നിന്ന് കിട്ടിയിരിക്കുന്ന അറിവാണ്. ഈ അറിവിനോടൊപ്പം തന്നെയാണ് ആദിവാസികൾ അവരുടെ തനതായിട്ടുള്ള ചില മാർഗ്ഗങ്ങൾ ഉപയോഗിച്ച് കൃമികീടങ്ങളെയും അകറ്റുന്നത്. പച്ചിലമരുന്നുകളും അതുപോലുള്ളവയൊക്കെ ചതച്ചവയുടെ ചാറ് പിഴിഞ്ഞ് കലക്കി അത് ഇവിടെ തളിച്ച് അവർ ചാഴിയും മുഞ്ഞയും ഒക്കെ തന്നെ ഇവിടുന്ന് മാറ്റാറുണ്ട് എന്ന് ആദിവാസിയിലെ പ്രായം ചെന്ന ആളുകൾ എന്നോട് പറഞ്ഞു തന്നു. ചുരുക്കി പറഞ്ഞാൽ ആദിവാസികളുടെ പ്രത്യേക രീതികളും അതുപോലെ തന്നെ സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ലാബറട്ടറികളിൽ നിന്ന് തിരഞ്ഞെടുത്തിരിക്കുന്ന മരുന്നും ഇവിടെ ഉപയോഗിക്കുന്നു. എന്നെ സഹായിച്ച ആളുകളാണ്. എല്ലാം കൃഷി ഓഫീസർമാരാണ്.
വിശാലമായ പാടത്തിൻ്റെ നടുവിൽ അതുപോലെ ഒറ്റപ്പെട്ട ഗ്രാമങ്ങളിലെ ഊരുകളിലൊക്കെ പോകുമ്പോൾ ഈ ആളുകൾ എന്നോട് കൂടെ വരാറുണ്ട്. കാരണം നക്സലിൻ്റെ ഏറ്റവും ശല്യമുള്ള പ്രദേശമാണ് അവർ. അതുകൊണ്ട് തന്നെ അവിടെ ഒറ്റപ്പെട്ട് പോയ ആളുകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെയേറെ ബുദ്ധിമുട്ടാണ്. മാത്രമല്ല എനിക്ക് വേണ്ടി സഹായം ചെയ്യുന്ന ആളുകളാണ്. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ദിവാൻജിയാണ്. ഞാനുണ്ട്, അതുപോലെ റെഡ്ഡിയുണ്ട്. എനിക്ക് വേണ്ടി ഭക്ഷണം തയ്യാറാക്കി തന്ന ആളാണ് അദ്ദേഹം. മിക്കവാറും എൻ്റെ സന്നദ്ധ സാഹചര്യമായി എല്ലാ സ്ഥലത്തും വരാറുണ്ട്. ഈ സാറിനെക്കുറിച്ച് പ്രത്യേകിച്ചൊരു കാര്യം പറയാനുണ്ട്. ദിവാൻ അതിബുദ്ധിമാനാണ്. അദ്ദേഹത്തിനൊരു കുതിരയുണ്ട്. ആ കുതിരയും എനിക്ക് സഞ്ചരിക്കാനായിട്ട് തന്നു. അതുപോലെ ഈ മാധവ് സാറ് അദ്ദേഹവും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവസാനം എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് മാത്രമല്ല, ഏറെ സഹായിക്കുകയും എനിക്ക് ഭക്ഷണവും മറ്റു കാര്യങ്ങൾ ഒരുക്കി തരുന്നതിലും അതുപോലെ സൗകര്യങ്ങൾ അറിയുന്നതിലും ഏറ്റവും ശ്രദ്ധ കാണിച്ചത് അദ്ദേഹമാണ്. പ്രത്യേകം നന്ദി ഇവരോടുണ്ട്, കടപ്പാടും ഞാൻ പറയുന്നു. ഇത് മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കർഷകൻ. ഇവിടെ ഇത്തരം വളങ്ങളും മറ്റുമൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങളെക്കുറിച്ച് ആളുകൾക്ക് അറിവുള്ളതാണ്. മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഇതാണ്. അവിടെ ഈ കാര്യങ്ങൾ ഭംഗിയായി നടക്കുന്നു. ഇതിനെക്കുറിച്ചുമുള്ള അറിവുകളുണ്ട്. പക്ഷേ ഇത്തരം അറിവുകളെല്ലാം കൂട്ടിയിണക്കി കൊണ്ടുപോകാനാണ് കൃഷി ഓഫീസർ ബീരാ സാർ നോക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആദിവാസികളുടെ ജ്ഞാനവും ആധുനിക ശാസ്ത്രത്തിൻ്റെ ജ്ഞാനവും ഇതെല്ലാം കൂടെ ഒത്തുചേരുമ്പോൾ മാത്രമേ ഛത്തീസ്ഗഡിലെ ട്രൈബ്സിൻ്റെ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ അവരുടെ ഉന്നമനം സാധ്യമാകും. ഓരോ ഉന്നതികളിലും താമസിക്കുന്ന ആളുകളെ പ്രത്യേകം കണ്ട കൂട്ടമായി അവരോട് ഇന്ന് സംസാരിച്ച് അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി ആണ് ഇങ്ങനെ മുൻപോട്ട് പോകുന്നത്. ഇതാ ഒരു വലിയമ്മ പണിയും കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നു. ഇദ്ദേഹത്തിൻ്റെ കൃഷിയിടമാണത്. അവിടെ അതുപോലെ തന്നെ ഇദ്ദേഹം ഈ പാടത്തിൽ പരിരക്ഷിക്കുന്ന ആളാണ്. നല്ല രീതിയിൽ കൃഷി നടത്തുന്ന ആളാണ്. ബീരാ സാറ് പറഞ്ഞതനുസരിച്ച് ഓരോ ട്രൈബിനെ കാണുമ്പോഴും ഏറെ സന്തോഷം തോന്നുന്നു. അവർ നൂതന പരീക്ഷണങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നു. അവർ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ താല്പര്യം കാണിക്കുന്നു. അവർ ജന്തുജാലങ്ങളെയും സസ്യജാലങ്ങളെയും സംരക്ഷിക്കുന്ന കാര്യത്തിനും താല്പര്യമുള്ളവരാണ്. അല്പം ചില കീടബാധകളൊക്കെ വന്നാലും അതിനെ കടുത്ത മരുന്നുകൾ അടിച്ച് അവർ നശിപ്പിക്കാറില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. കാരണം അതും ജീവിച്ചു പോകട്ടെ, അവർക്ക് ആവശ്യമായിട്ടത് ഉണ്ടാക്കാൻ കഴിയും. നെൽപ്പാടങ്ങൾ അവർക്ക് വേണ്ടത് കിട്ടുന്നുണ്ട്. പിന്നെ എന്തിനാണ് അവരെയും കൂടെ കൊന്നൊടുക്കുന്നത്? പക്ഷേ ഇവരുടെ ഉപകാരങ്ങൾ അവർക്കറിയാം. അതായത് ജൈവ കീടബാധകൾ നിയന്ത്രിക്കുന്നതിന് നല്ലതാണെന്നറിയാം. പക്ഷേ അതിനോടൊപ്പം തന്നെ കൃഷി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കൊടുക്കുന്ന ഇത്തരം മരുന്നുകളും ഉപയോഗിക്കുന്നുണ്ട്, ഇല്ലെന്നല്ല. അതും ഇതും രണ്ടും ഒരുപോലെ അവർ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അല്പം അവിടെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അവരുടെ വൈദ്യത്തിന് അല്ലെങ്കിൽ ലൈനായിട്ട് നെല്ല് നട്ടിരിക്കുന്നു. ഇതിവിടെ പുതിയൊരു പരീക്ഷണമാണ്. ആദിവാസികളിൽ പണ്ടിങ്ങനെയൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഗുണങ്ങൾ അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. നല്ല രീതിയിലുള്ള കൃഷി നടത്തിയാൽ മാത്രമേ നല്ല ആദായം കിട്ടൂ, അതവർക്കറിയാം. നല്ല ആദായം കിട്ടിയാലേ നല്ല വീടുകൾ വെക്കാൻ പറ്റുള്ളൂ, അവരുടെ കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ, നല്ല വൈദ്യസഹായം ഉണ്ടാവുള്ളൂ. പാവശ്രീ അവരുടെ ഈ ചോളത്തോട്ടത്തിൽ നമ്മൾ നോക്കുക, അവിടെ ചോളത്തിൻ്റെ കൂടെ തന്നെ മഞ്ഞളെന്ന് കൃഷി ചെയ്യുന്നുണ്ട്. അതുപോലെ ധാരാളം സാധനങ്ങളുണ്ട്. ചായ വെക്കാനൊക്കെ ഇട്ടൊക്കെ ഉപയോഗിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇത് ചെറുപയറാണ്. ഈ ചെറുപയർ അവർ ഉണക്കിയെടുത്ത് അത് ചെറുപയറായിട്ട് മാറ്റുന്നുണ്ട്. ഓരോ ഗ്രാമങ്ങളിലും റോഡിൻ്റെ ഇരു സൈഡിലുമായിട്ട് ചെറിയ കൂട്ടങ്ങളുണ്ട്. ഞാനും അങ്ങനെയുള്ള ചില കൂട്ടങ്ങളിൽ പോയി അവരോട് നേരിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി. അധികവും സ്ത്രീകളാണ് വന്നെത്തുക. പുരുഷന്മാരെല്ലാം സംശയത്തോടെ മാറി നിൽക്കുകയാണ്. കാരണം അവിടെ നക്സലിൻ്റെ ഒരു ശ്രദ്ധാകേന്ദ്രമാണ്. ആരെവിടെ പോയി എന്ത് ചെയ്താലും അവരെ ആ വിവരങ്ങൾ അന്വേഷിച്ച് അപ്പോൾ അവരറിയുന്നുണ്ട്. ഒരുപക്ഷെ നമ്മളെ ഒറ്റിക്കൊടുക്കുന്ന ആളുകളിൽ കൂടെ ഇരുന്ന് എന്ന് വയ്ക്കാം. പക്ഷേ നമ്മളത് കാര്യമാക്കേണ്ടതില്ല. കാരണം അതാണ് അവിടുത്തെ അവസ്ഥ. നക്സലുകൾ നിയന്ത്രിക്കുന്ന ഗ്രാമങ്ങൾ ധാരാളമുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. പരസ്യമായ ഒരു രഹസ്യം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പുതിയ കൃഷി രീതിയെക്കുറിച്ച്, പുതിയ കാര്യങ്ങളെക്കുറിച്ച്, സബ്സിഡിയെക്കുറിച്ച്, അതുപോലെ അവരുടെ ആവലാതികളെ ഇതെല്ലാം ഇതുപോലുള്ള കൂട്ടങ്ങളിൽ അവർ പറയും. ഇത് പറയുന്നത് എഴുതിയെടുക്കുക, അതാണ് എൻ്റെ ചുമതല. പഞ്ചായത്ത് പ്രസിഡൻറ്റും മെമ്പർമാരും എല്ലാവരും വരും. അതിനകത്ത് വലിപ്പച്ചെറുപ്പ വ്യത്യാസങ്ങളില്ല, ജാതി വ്യത്യാസങ്ങളില്ല. പക്ഷേ ഓരോ ഗോത്രങ്ങളിലും വേറെയാണ്. പെൺകുട്ടികൾ സൈക്കിൾ കയറി സ്കൂളിലേക്ക് പോകുന്നു. വളരെ ആഘോഷകരമായ രീതിയിലാണ് അവർ പോകുന്നത്. അവർക്ക് നല്ല സ്കൂളുകളുണ്ട്, പഠിക്കാൻ സൗകര്യങ്ങളുണ്ട്, നല്ല റോഡുകളുണ്ട്. പക്ഷേ ഇതെല്ലാം പട്ടണത്തിനോട് ചേർന്ന പ്രദേശങ്ങളിലാണ് അധികവും. ഗ്രാമങ്ങളിലേക്ക് വികസനം എത്തി നോക്കുന്നതേയുള്ളൂ.
അതാണ് നമ്മുടെ ആവശ്യം. എല്ലാവരെയും നമുക്ക് കണക്കാക്കേണ്ടതുണ്ട്. ഏറ്റവും പിന്നിൽ നിൽക്കുന്ന ആളുകളുടെ മുഖം കണ്ടു വേണം നമ്മൾ ഓരോ പ്രോജക്റ്റുകളും നമ്മൾ ഉണ്ടാക്കാൻ. അതായിരുന്നല്ലോ ഗാന്ധിജിയുടെ ലക്ഷ്യവും. പക്ഷേ അതിവിടെ നടക്കുന്നുണ്ടോ? നമുക്ക് അടുത്തതിലേക്ക് നമുക്ക് നോക്കാം. ഇതിവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.